ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. ഏറ്റവും ബഹുമാനാദരവ് നിറഞ്ഞ ഉസ്താദുമാരെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജ്ലിസിനെ നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഇതിൻ്റെ മിഥില സവാബ് നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഹദറാത്തുകളിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. യുവത്വം പ്രതീക്ഷയാണ് എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഞാൻ നിങ്ങളുമായി സംവദിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിന് തൗഫീഖ് നൽകിയ അള്ളാഹുവിനെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. നമുക്കറിയാം, നമ്മുടെ സമൂഹം, നമ്മുടെ രാജ്യം നമ്മോട് ചോദിച്ചു, നമ്മുടെ ലോകത്തിൻ്റെ ഭാവി എവിടെയാണ്, അല്ലെങ്കിൽ പ്രതീക്ഷ എവിടെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒറ്റ മറുപടിയിലൂടെ പറയാൻ കഴിയും, അത് നമ്മുടെ യുവതലമുറയിലാണ്, അല്ലെങ്കിൽ നമ്മുടെ യുവത്വത്തിലാണ്. ഒരു യുവാവിൻ്റെ ഓരോരോ നന്മയും ശരിയായ റൂട്ടിലൂടെ നയിച്ചാൽ, ഒരു യുവാവ് ചെയ്യുന്ന ഓരോരോ നന്മയും സമൂഹത്തിന്റെ മാറ്റങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കുന്നു എന്നതിൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. യുവത്വം ശരിയായ റൂട്ടിലൂടെ മുന്നോട്ട് കൊണ്ടുപോയാൽ അത് നമ്മുടെ സമൂഹത്തിനും രാഷ്ട്രത്തിനും അതിലുപരി നമ്മുടെ മതത്തിനും വലിയ ശക്തി ആർജിക്കും എന്നതിലും സംശയമില്ല. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം യുവത്വത്തെ വെറും ഒരു ശാരീരിക ശക്തിയായിട്ട് മാത്രമല്ല കണക്കാക്കുന്നത്, നേരെ മറിച്ച് ഒരു വലിയ അവസരത്തിന്റെ സുവർണ കാലഘട്ടമായിട്ടാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം യുവത്വത്തെ കണക്കാക്കുന്നത്. ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും പരീക്ഷണങ്ങളും പരീക്ഷകളും നേരിടേണ്ട ഒരു കാലഘട്ടമാണ് യുവത്വ കാലഘട്ടം. അതുപോലെ തന്നെ ലൗകികമായ മോഹങ്ങളും വാഗ്ദാനങ്ങളും മനുഷ്യ ശരീരത്തെ പിടികൂടുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ യുവത്വ കാലഘട്ടം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, സബഅത്തു യുളില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി യൗമ ലാ ദില്ലു ഇല്ലാ ദില്ലുഹു. അള്ളാഹുവിന്റെ നിഴലല്ലാതെ നിഴലില്ലാത്ത ദിവസം, അതായത് മഹ്ശറ വൻസബയില് അള്ളാഹു 7 വിഭാഗക്കാർക്ക് അവന്റെ അർശിന്റെ പ്രത്യേകമായ തണലിട്ട് കൊടുക്കുമത്രേ. ഏതാണ് ആ 7 വിഭാഗം? ആ 7 വിഭാഗത്തിൽ അള്ളാഹുവിന്റെ റസൂൽ എണ്ണുകയാണ്, വശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്. അള്ളാഹുവിന്റെ മാർഗത്തിലൂടെ വളർന്ന യുവാവ്, അള്ളാഹുവിന്റെ ഇബാദത്തുമായി വളർന്ന യുവാവ്. അങ്ങനത്തെ യുവാവിനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ മഹ്ശറ വൻസബയില് അല്ലാഹു അവന്റെ പ്രത്യേകമായ അർശിന്റെ തണലിട്ട് കൊടുക്കുമത്രേ. ചിന്തിക്കണം മുഅ്മിനീങ്ങളെ, ശാരീരിക ശക്തിയുള്ളതും അതുപോലെ തന്നെ മനസ്സിന് ഉണർവുള്ളതുമായ ഈ സമയം, തന്റെ ഈ യുവത്വ കാലഘട്ടം അള്ളാഹുവിന് വേണ്ടി വിനിയോഗിക്കപ്പെട്ടാൽ അള്ളാഹു നാളെ പരലോകത്ത് വെച്ച് നമുക്ക് നൽകുന്ന പ്രതിഫലം എത്ര വലുതാണെന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. യുവാവിന്റെ ശക്തി കേവലം സ്വന്തം ആവശ്യത്തിന് വേണ്ടി മാത്രമല്ല ഉപയോഗിക്കേണ്ടത്, മറിച്ച് ഒരു യുവാവിന്റെ ശക്തി അവന്റെ യുവത്വ ജീവിതം ഈ സമൂഹത്തിന് ഉപകരിക്കുന്ന,
ഈ നമ്മുടെ മതത്തിന് ഉപകരിക്കുന്ന, നമ്മുടെ രാജ്യത്തിന് ഉപകരിക്കുന്ന വഴിയിലൂടെയായിരിക്കണം, നന്മയുടെ വഴിയിലൂടെയായിരിക്കണം ഇന്നത്തെ തലമുറ മാതൃകയാക്കേണ്ടതും അങ്ങനെയാണ്. മഹാനായ മുത്തറസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തില് തന്റെ പ്രബോധനത്തിന്റെ ആദ്യ നാളുകൾ ഇസ്ലാമിന് ശക്തിയാർജിച്ചത് യുവാക്കളിലൂടെയാണെന്ന് നമുക്ക് ചരിത്രതാളുകൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് അള്ളാന്റെ റസൂൽ എപ്പോഴും ഇങ്ങനെ ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുവേ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് നീ ഇസ്ലാമിനെ ശക്തിയാർജിക്കണേ, അല്ലെങ്കിൽ അബൂജഹലിനെ കൊണ്ട്, അതായത് അബൂഹഖ് ബിൻ ഹിശാമിനെ കൊണ്ട് ഇസ്ലാമിനെ നീ ശക്തിപ്പെടുത്തണേ തമ്പുരാനെ എന്ന് പറഞ്ഞ് എപ്പോഴും ഇങ്ങനെ ദുആ ചെയ്യുമായിരുന്നു. കാരണം എന്താ? ആ യുവാക്കൾ അന്നത്തെ കാലത്ത് ഒരു സമൂഹത്തെ നയിക്കുന്ന ഏറ്റവും ശക്തിയുള്ള, ആർജവമുള്ള, കരുത്തുള്ള യുവാക്കളായിരുന്നു. അവര് ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ ഇസ്ലാമിന് ശക്തി പകരുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അറിയുമായിരുന്നു. മഹാനായ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ഇന്നത്തെ സമൂഹത്തിന് ഒരു പാഠമാകേണ്ടതുണ്ട്. അതിസമ്പന്നനായി ജനിച്ച് ഉഹദിന്റെ രണാങ്കണത്തിൽ ഷഹീദായ മഹാനായ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ഒരു പാഠമാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല യുവത്വത്തെ നേരായ മാർഗത്തിലൂടെ ചെലവഴിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട യുവജനങ്ങളെ, അള്ളാഹു തന്ന ഈ യുവത്വ ജീവിതം നമ്മൾ അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുവാനും നീതിക്ക് വേണ്ടി നിലകൊള്ളുവാനും ധൈര്യം സംഭരിക്കുവാനും കഴിയണം. അതുപോലെ തന്നെ ലൗകികമായ സുഖങ്ങൾ ഉപേക്ഷിച്ച് എല്ലാം റബ്ബിനെ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ നാം ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. Next chord letter Ba on the stage. Judges please note chord letter Ba on the stage.